ഡീറ്റെയിലോട് കൊണ്ടുപോകണം. ആ ഡിജിറ്റലിലൂടെ അവിടെ ചരിത്രം വരുന്നു. 6 മിനിറ്റ് 5 മിനിറ്റല്ലേ 5 മിനിറ്റ് അവിടെ അശ്രുപൂജയും അനുസ്മരണവും അശ്രുപൂജയും കഴിയാൻ നേരത്ത് വിനോദ് അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. വിനോദേ ഡിജിറ്റൽ സ്റ്റോപ്പ് ചെയ്യുന്നു. അശ്രുപൂജ കഴിയാൻ നേരത്തെ വിനോദ് അവിടെ 1 മിനിറ്റ് നമ്മള് മൗനം. ഓക്കെ, അതോടുകൂടി 10 വന്നു. ഇവിടെ ഞാൻ വാട്സാപ്പിൽ മൗനം കഴിഞ്ഞിട്ട് കോമ്പിയർ ആരാണോ അവർ വരിക, ഇൻവൈറ്റ് ചെയ്യുക. ബിജുജി കയറും. ബിജുജി കയറി ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ആ സാധനം ഇൻവൈറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് സാധനത്തിനകത്ത് സാധനം ഇൻവൈറ്റ് ചെയ്ത് സാധനം കയറ്റി വന്നു. അത് കഴിഞ്ഞാൽ കോമ്പിയർ വീണ്ടും എൻ്റർ ചെയ്യുന്നു. കോമ്പിയർ ആരാണെന്ന് തീരുമാനിച്ചോളുക. ശ്രീരാജ് പ്ലസ് ബിജു കൊണ്ട് അവിടെ അവരാരാണെന്ന് വെച്ചാൽ അവിടെ കയറിക്കൊള്ളണം. അവർ ആദരിക്കാനുള്ള സ്ഥലത്തിലേക്ക് നമ്മുടെ ടീമിനെ കൊണ്ടുപോകണം. 10-20-50 പേരുള്ള ആ ബാക്ക്ഗ്രൗണ്ടിൽ ഡിജിറ്റൽ അനൗൺസ്മെന്റ് ആണ് കംപ്ലീറ്റ്. അവിടെ സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. വിനോദ് ശ്രദ്ധിക്കണം. ടെക്നിക്കൽ സപ്പോർട്ട് ഷിബുവല്ലേ കൊടുക്കുന്നത്. അല്ല ഓരോരുത്തരും ഒരാളിനെ കുറിച്ച് പറഞ്ഞു. നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. ഈ വരുന്ന 31 വരുമ്പോ ഇൻ കേസിൽ അത് ഒരാൾ വന്നില്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുമല്ലോ. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അനൗൺസർ പറഞ്ഞാൽ മതി. അന്നേരം നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. മൊമെന്റ് മാറ്റി വെച്ചിട്ട് ഒരു കാര്യം നമ്മുടെ മമ്മൂട്ടി വേറെ കാര്യമുണ്ട്. ഒരു കാര്യമാണ് മറന്നുപോയി ഞാൻ. ഈ 5 മിനിറ്റ് തന്നെ ബിജുജിയുടെ ആ പ്രസംഗം കഴിഞ്ഞ ഉടനെ നമ്മുടെ കോമ്പിയർ കയറിയിട്ട് പറയുന്നു, എന്ത് പറയുന്നു, ആദരിക്കാനുള്ള സമയമായി. അപ്പൊ 2 പേര് തീർച്ചയായിട്ടും അവിടെ എത്തിക്കഴിഞ്ഞ ഒന്ന് നീയാണ്, 2 മമ്മൂട്ടിയാണ് അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അവര് ആ സാധനങ്ങൾ കൃത്യമായിട്ട് ഹാൻഡ് ഓവർ ചെയ്യപ്പെടും. അതേ സമയത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടില് ഉമേഷും രാജ്മോഹനും 6 പേരെ നിർത്തിയിരിക്കും. അവിടെ 3 പേര് പൊക്കൊണ്ടേയിരിക്കും. ഇതിപ്പോ ആർക്കൊക്കെയാണ് ആരുടെ ചുമതല എന്നുള്ളത് അവർക്കൊരു ചെറിയൊരു നോട്ട് ഫ്ലോപ്പ് ആവാൻ പാടില്ല. ഓക്കെ, സിംഗിൾ നോട്ട് വാട്സാപ്പിൽ ഇടും. ഓരോരുത്തരും ചെയ്യാൻ പാടില്ല. വാട്സാപ്പ് ഇടേണ്ട കാര്യമില്ല. അത് ആർക്കാണ് അവർക്കൊരു നോട്ട് എഴുതി കൊടുക്കും. അപ്പോഴേ നിങ്ങൾ അവിടെ 6 പേരെ നിർത്തിക്കൊണ്ട്, കാരണം ഈ മൊമെന്റിന് ഒരു സമയം ലാഗും കാണാൻ പാടില്ല. അതിനകത്ത് ആദ്യത്തെ 3 പേരല്ലേ വീണ്ടും 3 പേരാണ്.